ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഗൂഗിൾ ക്രോമിൽ നമ്മളെല്ലാവരും ചെയ്തു വെക്കേണ്ട കുറച്ച് സെറ്റിങ്സിനെ കുറിച്ച് നോക്കാം. അതിനായി നമുക്ക് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാം. അതിനുശേഷം വലത്തെ സൈഡിൽ ടോപ്പ് കോർണറിലുള്ള 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. താഴോട്ട് പോയ സെറ്റിങ്സ് കാണും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന് കാണും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. താഴോട്ട് പോകുമ്പോൾ യൂസ് സെക്യൂർ DNS എന്ന് കാണും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓട്ടോമാറ്റിക്കാണ് കിടക്കുന്നത്, അതായിരിക്കും സാധാരണ കിടക്കാറ്. അതൊന്ന് ചേഞ്ച് ചെയ്യണം. പിന്നെ ചൂസ് അനദർ പ്രൊവൈഡർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ചെറിയ ഡോട്ട് ഉണ്ട്, ഇതിവിടെ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു പോപ്പപ്പ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ ക്ലൗഡ് ഫ്ലയർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇത് ഇച്ചിരി കൂടി സെക്യൂർ ആയിരിക്കും ക്ലൗഡ് ഫ്ലയർ, അതുകൊണ്ടാണ് നമ്മൾ ക്ലൗഡ് ഫ്ലയർ ഓൺ ചെയ്ത് വെക്കുന്നത്. അതിനുശേഷം ബാക്ക് പോയതിന് ശേഷം ഒന്നുകൂടി ബാക്ക് പോവാം. ഇത് സേഫ്റ്റി ചെക്ക് എന്നുണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഇതുപോലെ തന്നെ എല്ലാം ഗ്രീൻ ടിക്ക് വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. ഇത് ക്രോം അപ്ഡേറ്റ് ആണെങ്കിൽ ഇവിടെ ടിക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ ഇതുപോലെ ഒന്ന് പാസ്വേഡ് നല്ല സ്ട്രോങ് പാസ്വേഡ് ആണെങ്കിൽ ടിക്ക് ഉണ്ടാവും. അതിന് എൻഹാൻസ് സേവ് ബ്രൗസർ ഓൺ ആക്കി വെക്കുക. അപ്പോൾ അങ്ങനെ ഓരോന്ന് പെർമിഷൻ ലുക്ക് ഗുഡ്, നമ്മുടെ എല്ലാം ഗുഡ് ആയതുകൊണ്ടാണ് ഇവിടെ എല്ലാം ടിക്ക് കിടക്കുന്നത്. നോട്ടിഫിക്കേഷൻ ലുക്ക് ഗുഡ്, അതുപോലെ ഇത് ചെക്ക് ചെയ്യാൻ അത്യാവശ്യമാണ്. എല്ലാം ഗ്രീൻ ടിക്ക് വരുത്താൻ നോക്കുക. എപ്പോഴും നമ്മുടെ ഗൂഗിൾ ക്രോം അപ്ഡേറ്റഡ് ആയിരിക്കണം, അപ്പോഴാണ് സെക്യൂരിറ്റി കൂടുതൽ കിട്ടുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.